ന്യൂസ് 18 ചാനലിൽ AICC അംഗമായിട്ടുള്ള AICC അംഗമായിട്ടുള്ള സിമി റോസ്ബെൽ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കോൺഗ്രസിന്റെ കിളിവാതിൽ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയാണ്. അവർ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ ചില്ലറയല്ല. സതീശൻ പ്രീതിപ്പെടുത്താൻ, പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പെടുത്താൻ കഴിയാത്തതിനാൽ തനിക്ക് പല പദവികളും നഷ്ടപ്പെട്ടു എന്നാണ്. അതെന്താണ് സതീശ ഈ പ്രീതിപ്പെടുത്തൽ? ആ വാക്ക് നമ്മൾക്ക് കോട്സിൽ ഉപയോഗിക്കണമല്ലോ. നേരത്തെ നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സിനിമാ മേഖലയിലെ ചില പവർ ഹൗസുകളെ കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ കോൺഗ്രസിനകത്ത് പ്രീതിപ്പെടുത്തൽ ഹൗസ് ഉണ്ട്. അതായത് വനിതാ നേതാക്കന്മാർക്ക് ഏതെങ്കിലും അർഹതപ്പെട്ട പദവി അവരുടെ പ്രവർത്തന പാരമ്പര്യത്തിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രീതിപ്പെടുത്തണം. എന്താണാവുക ആ പ്രീതി? നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് സതീശനോട് ചോദിക്കുകയാണ്, ഈ സ്ത്രീകൾ എങ്ങനെയാണ് സതീശനെ പ്രീതിപ്പെടുത്തേണ്ടതെന്നും അവരുടെ ഈ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം കൊണ്ടാണോ, അതോ മുദ്രാവാക്യം വിളിച്ചിട്ടാണോ, അതോ പാർട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചിട്ടാണോ, എങ്ങനെയാണ് സതീശന് പ്രീതി വരുന്നത് കേട്ടാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം അവർ പറ്റുന്നത് പോലെ ചെയ്തു കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് സതീശന് അതിൽ പ്രീതി വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആര്? സിമി റോസ്ബെൽ എന്ന് പറയാണ്, ഞാൻ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചിട്ടും എന്റെ അടുത്ത് സതീശന് പ്രീതിയും വന്നില്ല, അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെട്ടതുമില്ല. എന്റെ പകുതി പ്രവർത്തനം പോലും നടത്താത്ത, ഇപ്പോ ആലുവയിൽ നിന്ന് രാജ്യസഭയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി കഴിഞ്ഞ ആ MP, അവരെ കുറിച്ച് അവർ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ അത്ര പോലും അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയം ഒന്നുമില്ലാത്തൊരു വ്യക്തിക്കാണ് ഈ പദവി കിട്ടിയിരിക്കുന്നത്, രാജ്യസഭ MP. പക്ഷെ അതിനേക്കാൾ വളരെ അധികം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിക്ക് ഒരു അർഹതപ്പെട്ട പദവി നൽകാത്തത് സതീശന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് സതീശന്റെ ഈ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനുള്ള ആ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രീതിപ്പെടുത്തലാണ് ആവശ്യമെന്ന് ഈ പൊതുസമൂഹം ഇപ്പോൾ അറിയേണ്ട അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ്. കാര്യം നേരത്തെ ഉണ്ണിത്താൻ കമ്മീഷൻ KPCC ഓഫീസിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം അന്ന് അവിടെ K മുരളീധരന്റെ ലീലാവിലാസങ്ങളെ കുറിച്ചും ആ തുറക്കൂ ഡെന്നീസെ അടയ്ക്കൂ ഡെന്നീസെ എന്ന് പറയുന്ന ഒരു കിളിവാതിലുണ്ടെന്നോ, അതിനകത്ത് ഒരു പ്രത്യേക ഡിസ്കഷൻ നടക്കാറുണ്ടെന്നോ, ആ ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എന്താ ഡെന്നീസെ ബക്കറ്റിൽ വെള്ളം വയ്ക്കാത്ത കാര്യമെന്ന് ഉണ്ണിത്താൻ ചോദിച്ചിട്ടുള്ളതായി നേരത്തെ അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞതൊന്നും പറയണ്ട. ഇത് പറഞ്ഞത് ഒരു കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. ഇന്നിപ്പോ അദ്ദേഹം കാസർഗോഡ് നിന്നുള്ള MP ആണ്. ആ ഉണ്ണിത്താൻ കമ്മീഷൻ റിപ്പോർട്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇന്നിപ്പോ സിമി റോസ്ബെൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ന്യൂസ് 18 ചാനലിലൂടെ നടത്തിയിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരെ നേരിട്ട് കാണാൻ ഒറ്റയ്ക്കാരും പൊക്കളയല്ലേ എന്ന് സ്ത്രീകളോട് അവർ അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് കാര്യം? കോൺഗ്രസ് നേതാക്കന്മാരെ ഒറ്റയ്ക്ക് പോയി കണ്ടാൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ? ഒരു അനുഭവസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. ചെറിയ ആളല്ല, AICC അംഗമാണ്, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു സ്ത്രീക്ക് സതീശന്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ, സതീശനെ പ്രീതിപ്പെടുത്തുന്ന ചിലരൊക്കെ ഉണ്ട്, അവർക്കെല്ലാം വച്ചടി കയറ്റമുണ്ടെന്നും പറയുന്നുണ്ട്. സതീശനെ കുറിച്ച് അല്ലാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഏതോ ഒരു താരകയെന്നോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് സതീശന്റെ MLA ആവുന്നതിന് മുന്നോടി ആയിട്ടുള്ള പല വീരസാഹസിക കഥകളും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സതീശൻ ഇപ്പോൾ നേരിട്ട് പാർട്ടിയിലെ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനകത്തും ഹേമ കമ്മിറ്റി ഇഫക്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നേതാക്കന്മാർ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രീണനം ഉണ്ടാക്കി കൊടുക്കണം. ആ പ്രീതിപ്പെടുത്താൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഉണ്ടാകില്ല. ഇതാണ് ഈ ന്യൂസ് 18 ചാനലിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു സ്ത്രീ കൂടി ഇതിനോടൊപ്പം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ നമ്മുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാമനപുരം മണ്ഡലത്തിൽ മത്സരിച്ച ആനാട് ജയൻ ഒരു KPCC ഓഫീസിനകത്ത് വെച്ച് ഒരു കൃത്രിമ പരിപാടി കാണിച്ചു. അതായത് ആ സ്ത്രീയെ കയറി പിടിക്കാൻ കണ്ട ചെയ്തു. അതായിരിക്കുമല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്. അതിന് ചെവുക്കല്ല് വിളക്കൊരെണ്ണം കൊടുത്തു. ആ കൊടുത്ത സ്ത്രീ പാർട്ടിക്ക് പുറത്തും ആ പ്രവൃത്തി ചെയ്ത ആളെ ഷോൾ അണിയിച്ച് ആദരിച്ചതിന് ശേഷം നേരെ വാമനപുരത്ത് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. എങ്ങനെയുണ്ട്? കോൺഗ്രസിനകത്ത് എത്രമാത്രം ജനകീയമായി ഇരകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണെന്നൊന്ന് നോക്കിയേ. ഇവരാണിപ്പോ സിനിമാ മേഖലയിലെ ഇരകൾക്ക് വേണ്ടി രാവിലെയും വൈകിട്ടും ഒക്കെ മാധ്യമങ്ങളിലൂടെ പൊട്ടിത്തെറിക്കുന്നു, ആഞ്ഞടിക്കുന്നു, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത്
വനിതകൾക്ക് എത്രമാത്രം പ്രയോറിറ്റി കിട്ടുന്നുണ്ട്, ആ പ്രയോറിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്ന് നേരത്തെ പത്മജ BJP പോയല്ലോ, അവർ തന്നെ പറഞ്ഞു. തൊലിവെളുപ്പുണ്ടോ? പൊന്നോ, കോൺഗ്രസിനകത്തുള്ള ഈ നമ്മുടെ പൂവൻകോഴികളുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്ന് അവരുടെ ആ വാചകങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് നീതി ഉറപ്പിക്കണമെന്ന രീതിയിലൊക്കെ വന്ന് ഈ ഡയലോഗ് കാച്ചാനുള്ള ആ തൊലിക്കട്ടി ഉണ്ടല്ലോ, അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത്രയും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കാര്യം ഇപ്പോ അവർ ഗതികെട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ് ഈ സിമി റോസ്ബലിന്റെ പ്രതികരണം. കാര്യം ഈ ഒരു സന്ദർഭത്തിലെങ്കിലും പാർട്ടിക്കകത്ത് നീതി വേണം. വനിതകളായിട്ടുള്ളവർ നിരവധി പേർ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ ഒരു ശക്തമായിട്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഇനി തനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് പ്രത്യേകിച്ച് പദവികളൊന്നും കിട്ടാനില്ല. അപ്പൊ എന്ത് ചെയ്യണം? പദവികൾക്ക് വേണ്ടിയല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ഇത് പറയുന്നത്. കോൺഗ്രസിനകത്ത് ചൂഷണം ഏത് രീതിയിലാണ് നടക്കുന്നതെന്ന് നേരത്തെ പുരുഷ ശബ്ദത്തിലൂടെയാണ് പുറത്തേക്ക് വന്നതെങ്കിൽ, പുരുഷ ശബ്ദത്തിൽ മാത്രമല്ല ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ളവർ പല കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ പത്മജ വേണുഗോപാൽ പുറത്തു പോയപ്പോൾ പറഞ്ഞു. ഇതിനുശേഷം ഇപ്പോ ഈ സിമി റോസ്ബെൽ കൂടി പറയുമ്പോൾ അവരെ നേരത്തെ ആനാട് ജയൻ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ലൈംഗികമായിട്ടുള്ള ഹരാസ്മെന്റിന് ശ്രമിച്ചതിനെ സംബന്ധിച്ച് അവർ ഒരു അടിയും കൊടുത്തിട്ട് പരാതി കൊടുത്തപ്പോ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മാതൃക കാട്ടിയ സതീശനൊക്കെ എന്ത് അർഹതയാണുള്ളത് ഈ രീതിയിൽ സിനിമാ മേഖലയിലെ കാര്യങ്ങളെ കുറിച്ച് വലിയ ഡയലോഗ് അടിക്കാൻ? ഇന്നിപ്പോ News 18 ചാനലാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്, ഏതെങ്കിലും ഓൺലൈൻ ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച നടക്കേണ്ടതല്ലേ? ഈ വിഷയം കേരളത്തിൽ കത്തിപ്പടരേണ്ടതല്ലേ? രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നടക്കുന്ന കൊള്ളരുതായ്മകൾ, KPCC ഓഫീസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു കിളിവാതിൽ, ഇതിനെക്കുറിച്ചൊക്കെ നാട്ടുകാർക്ക് സംശയമുണ്ടാകും. അതിനെക്കുറിച്ചൊക്കെ ദൂരീകരിക്കാൻ ഉത്തരവാദിത്തമില്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമുക്കിപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ടാണ് പുറത്തിറങ്ങി ഇവരെ ഉളുപ്പിനെ സംബന്ധിച്ച് വലിയ അത്ഭുതം ഉണ്ടാക്കണം. അതായത് ഞാൻ എന്ത് കാണിച്ചിട്ടും ഒരു സങ്കോചവും ഇല്ലാതെയും ഒരു ഭാവഭേദവും ഇല്ലാതെയും മാപ്ര കോലുകൾക്ക് മുന്നിൽ വന്നിട്ട് നല്ല തൊലിക്കട്ടിയോടുകൂടി ബാക്കിയുള്ളവരെ കുറ്റം പറയാനുള്ള എന്റെ ആ കഴിവുണ്ടല്ലോ, അതൊക്കെയാണ് സതീശൻ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടിത്തരുന്നത്. എന്തായാലും കോൺഗ്രസിൽ ഒരു വനിതാ നേതാവ് തുറന്നു പറഞ്ഞപ്പോ കേരളത്തിലെ ഒരു മാധ്യമമെങ്കിലും അതിനെ ഏറ്റെടുത്ത് പുറത്തേക്ക് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവർ സതീശനെ പ്രൊട്ടക്ട് ചെയ്യാണ്. കാര്യം രാവിലെയും വൈകുന്നേരങ്ങളിലെല്ലാം അവരുടെ പല കഥകളെയും കൂടുതൽ ലൈവ് ആക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആരാണ്? മാധ്യമ ഗൂഢാലോചനയുടെ പങ്കാളിയായിട്ടുള്ള സതീശനാണുള്ളത്. എല്ലാ ദിവസവും നിങ്ങൾ നോക്കിയേ, മാധ്യമങ്ങൾ സതീശന്റെ പുറകെ പോവുകയാണ്. ഏത് വാർത്തയും മനോരമ രാവിലെ എഴുതി പിടിപ്പിക്കുന്നു. അത് ഈ ദൃശ്യ ബൈറ്റായിട്ട് ആരാണ് കൊടുക്കുന്നത്? മനോരമയുടെ അതേ കഥ മാപ്ര കോലുകൾക്ക് മുന്നിൽ കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് സതീശന് എല്ലാ ദിവസവും രാവിലെ ഉള്ളത്. ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സതീശനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? കൈവിടാൻ പാടില്ല. കൈവിട്ടാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ പ്രൈം ടൈം ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നതിന് അരമണിക്കൂർ ആരാണ് സഹായിക്കുന്നത്? സതീശനാണ്. സതീശന് വായി തോന്നുന്നത് പിണറായി വിജയനെതിരെ വിളിച്ചു കൂവാനുള്ള ഒരു അവസരം, സർക്കാരിനെതിരെ വിളിച്ചു കൂവാനുള്ള അവസരം, അത് നമ്മളെ സംബന്ധിക്കുന്നിടത്തോളം നമ്മുടെ വാർത്താ കച്ചവടത്തിന് കുറച്ചുകൂടി സഹായകരമാകുകയാണ്. എന്ത് പൊട്ടത്തരം പറഞ്ഞാൽ, അതായത് പൊട്ടത്തരമാണെന്നുള്ള കാര്യമാണല്ലോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആ ദുബൈയിൽ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്നുള്ളൊരു കഥ ഇറക്കി വിട്ടു. ആര്? ഷോൺ ജോർജ് പറയുന്നു. ആ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം കോടതിയിലാണെങ്കിലും പുറത്തിറങ്ങി ഉടനെ തന്നെ ദൗർഭാഗ്യപരമായ സംഭവമാണ്, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണെന്ന പ്രതികരണം നടത്തിയ സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ചാനൽ കേരളത്തിൽ ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. മൗനം കൊണ്ട് നേരിടുകയാണ്. കാര്യം നാളെ ഇത് ചർച്ച ലൈവാക്കാതെ ചവിട്ടി താഴ്ത്താമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകൾ നടത്തുകയാണ്. ഈ പറയുന്ന സ്ത്രീകളെ എല്ലാം സെറ്റിൽ ചെയ്തുകൊണ്ട് നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാമെന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ മനധൈര്യം ഇവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം അതിനുവേണ്ടിയുള്ള ഉറപ്പുകൾ ചില മാധ്യമ പ്രവർത്തകർക്കിൽ നിന്ന് തന്നെ ഇവർക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഇത്തരം വാർത്തകളൊക്കെ കൂടുതൽ ലൈവാക്കരുത്, ലൈവാക്കിയ നാളെ മുതൽ ഞാൻ നിങ്ങളുടെ വാർത്തകൾ പലതും, കാര്യം പിണറായി വിജയനെതിരെയോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയോ ഏതെങ്കിലും വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഇതാ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് ഇവർ അതിന്റെ അടുത്ത സ്റ്റെപ്പ് വാർത്ത കത്തിക്കാൻ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം എന്ന് പറഞ്ഞ് ഒരു ബ്രേക്കിംഗ് അടിച്ചു വയ്ക്കുക, ആ രീതിയിലുള്ള പ്രതികരണം നടത്താൻ വേണ്ടി വാർത്തകൾ ദൈനംദിനം ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ദൃശ്യം ബൈറ്റാക്കി അവരുടെ ചോദ്യങ്ങൾക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രതികരണം കൊടുക്കുന്ന വ്യക്തി ചെയ്ത കൊള്ളരുതായ്മയെക്കുറിച്ച് ആ പാർട്ടിയെ തന്നെ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ട് അത് ചർച്ചയാകുന്നില്ലെങ്കിൽ, അത് വാർത്തയാകുന്നില്ലെങ്കിൽ ഇവിടത്തെ വാർത്താ കച്ചവടത്തിൽ സതീശനുള്ള സ്വാധീനവും സതീശന് വേണ്ടി മാപ്രകൾ ഏത് രീതിയിലാണ് പണിയെടുക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. അതെന്താ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ ഈ നമ്മുടെ നാട്ടിൽ WCC എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടനയുടെ പ്രതികരണം എടുത്ത് ഇവിടത്തെ താരരാജാക്കന്മാർക്കെതിരെ എന്തുകൊണ്ട് ചാനലുകൾ വാർത്ത കൊടുത്തില്ല?
കാര്യം ഒരു റിപ്പോർട്ട് ആയപ്പോൾ റിപ്പോർട്ട് വൈകി എന്നുള്ളതാണ് പ്രശ്നം. റിപ്പോർട്ടിന് മുന്നേയും ആ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവർ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. ഒരു നടന്റെ പേര് അല്ലെങ്കിൽ ഒരു പ്രമുഖന്റെ പേരെടുത്ത് പറയാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല. അതുപോലെയാണ് ഇപ്പോൾ ഒരു സ്ത്രീ പറയുകയാണ്, സതീശനെതിരെയുള്ള ആരോപണം പറയുമ്പോൾ അതിനെ അങ്ങ് മുക്കുകയാണ്. അതിനെ വലിയ വാർത്തയാക്കുന്നില്ല, ചർച്ചയാക്കുന്നില്ല. ജനം അതിനെക്കുറിച്ച് അറിയണ്ട. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഓരോ വാർത്തയും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആദ്യം ഒരു വാർത്ത രാവിലെ 10 മണിക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നു, തൊട്ടു പിന്നാലെ ഇതിനെ സതീശനെ കൊണ്ട് പ്രതികരണം എടുപ്പിക്കുന്നു, അല്ലെങ്കിൽ സതീശനെ ടെലിഫോണിൽ വിളിക്കുന്നു, അതിനുശേഷം അടുത്ത നേതാക്കന്മാരിലേക്ക് പോകുന്നു. അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന ഡെസിഗ്നേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പലപ്പോഴും പല വാർത്തകൾ. കാര്യം സർക്കാരിന് എതിരായിട്ടാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. ആ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് പ്രതികരിക്കുമ്പോൾ ആ വാർത്തയ്ക്ക് കൂടുതൽ പ്രതിപക്ഷ നേതാവ് സർക്കാരിനെതിരെ ആ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാനാണ് ഇവർ പരിശ്രമിക്കാറുള്ളത്. അങ്ങനെ വാർത്ത ബിൽഡ് ചെയ്യുന്നതിന്റെ മുഖ്യ കണ്ണിയായിട്ടുള്ള സതീശനെതിരെ ഒരു വാർത്ത അപ്രതീക്ഷിതമായി ഒരു ചാനൽ പുറത്തേക്ക് വിടുമ്പോൾ മറ്റുള്ളവർ അത് കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിൽ സതീശനെ ഇവിടത്തെ ചാനലുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഒരു സ്ത്രീ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള വാചകമാണ്, പ്രതിപക്ഷ നേതാവിനെ പ്രീതിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അല്ലെങ്കിൽ പ്രീതിപ്പിക്കാൻ നിൽക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ എനിക്ക് ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീക്ക് അവർ രാഷ്ട്രീയ പ്രവർത്തനം മാത്രം നടത്തിയാൽ അദ്ദേഹത്തിന്റെ ഗുഡ് ബുക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കില്ല. അല്ലാത്ത പ്രീതിപ്പെടുത്തലുകൾ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അത് ചെയ്യാൻ തനിക്ക് സൗകര്യമില്ലായിരുന്നു എന്ന് തുറന്നു പറഞ്ഞത് വാർത്തയാക്കാതെ മുക്കിയ സാഹചര്യം നമ്മൾ കാണേണ്ടതാണ്. സതീശന് വേണ്ടി മാധ്യമങ്ങൾ നിലകൊള്ളുന്നത് എങ്ങനെയെന്നും സതീശൻ എങ്ങനെയാണ് മാധ്യമങ്ങൾക്കകത്ത് വളരെ സ്വീകാര്യനും അല്ലെങ്കിൽ മാധ്യമങ്ങളുമായിട്ടുള്ള അടുപ്പം എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. കേരളത്തിലെ ഒരു CPM പ്രതിനിധിക്ക് പോലും ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നാൽ ചിലപ്പോൾ മാധ്യമങ്ങളുടെ ഈ പ്രിവിലേജ് കിട്ടിയെന്ന് വരില്ല. ഇത്രമാത്രം ഒരു ഗുരുതരമായ ഒരു ആരോപണം, ആ ആരോപണം പുറത്തേക്ക് വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് ചർച്ചയാകാതെ പോകുന്നുണ്ടെങ്കിൽ, അതിനെ സംബന്ധിച്ച് വലിയ തോതിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസോ ചർച്ചകളോ ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നുണ്ടെങ്കിൽ സതീശന്റെ സ്റ്റാഫുകളിലുള്ള ചില പ്രമുഖരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. അവരാണ് ഇത്തരം വാർത്തകളെ എല്ലാം ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി ഇടപെടുന്നത്. ഒരിടത്ത് പൊങ്ങിയ വാർത്ത അവിടെ തന്നെ ചവിട്ടി അരച്ചുകൊണ്ട് അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ഇതിലൂടെ നിങ്ങൾ എങ്ങനെയാണ് സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും നീതി ഉറപ്പാക്കുന്നു എന്ന ചോദ്യം കൂടി ഉന്നയിക്കേണ്ടതുണ്ട്. കാര്യം ഈ സിനിമാ മേഖലയിൽ ഒരു റിപ്പോർട്ട് വരുന്നവരെ അവർക്ക് ഈ താരപ്രമുഖന്മാരെല്ലാം അവരുടെ ഇവന്റുകളുടെ ആളായിരുന്നു, അവരുടെ ഓണപരിപാടിയിലെ പപ്പടം കാച്ചുകാരായിരുന്നു, അവരുടെ ക്രിസ്മസ് പരിപാടിയിൽ ഇവർക്കൊപ്പമുള്ള കേക്ക് മുറിക്കലുകളായിരുന്നു. പക്ഷെ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഇവർക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോൾ ഇന്നലകളിൽ ആ ഇരകളെ ഇവർ പരിഗണിച്ചില്ല എന്നുള്ള വസ്തുത കൂടി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. അതുപോലെയാണ് കോൺഗ്രസിനകത്തെ കിളിവാതിൽ രഹസ്യങ്ങളെ കുറിച്ച് ചിലർ തുറന്നു പറയുമ്പോൾ മാധ്യമങ്ങൾ അത് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നീതി നിഷേധമാണ്. ഇവർ ഇരയ്ക്കൊപ്പമല്ല, കച്ചവട താല്പര്യത്തിനനുസരിച്ച് ഇവരുടെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഇപ്പോ സതീശനെ സംരക്ഷിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് സിമി റോസ്ബെൽ എന്ന AICC അംഗത്തിനുണ്ടായ ഈ അനുഭവം. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് ചിന്തൻ ശിബിരിൽ ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിനുണ്ടായ അനുഭവത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. ആ നേതാവ് ഇപ്പോ പാർട്ടിയിൽ വലിയ ആളും ആ പീഡന അനുഭവം നേരിട്ട യുവതി പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് കോൺഗ്രസിലെ അവസ്ഥ, അതാണ് നടപടികൾ. അങ്ങനെ ഈ ശംഭുമാരെ സൃഷ്ടിച്ചെടുക്കുന്ന കോൺഗ്രസുകാർ അല്ലെങ്കിൽ ഇടവേള ബാബുമാരെയും സിദ്ദിഖിമാരെയും സൃഷ്ടിച്ചെടുക്കുന്ന കോൺഗ്രസുകാർ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്ത്രീകളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിന്റെ 2 ഉദാഹരണങ്ങൾ ഒരു ദിവസം തന്നെ പുറത്തു വന്നിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഞെട്ടുന്നില്ല, വാർത്തയാക്കുന്നില്ലെങ്കിൽ ഇവിടത്തെ വാർത്താ കച്ചവടത്തിൽ സതീശനുണ്ടായിരിക്കുന്ന സ്വാധീനം എന്താണെന്ന് പൊതുജനങ്ങൾക്ക് കൂടി കാണാനുള്ള ഒരു സുവർണ അവസരമാണെന്ന് മാത്രമാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോമൻ സഹദേവൻ ആരും പ്രതികരിച്ചില്ല. അതെന്താ അങ്ങനെ? അതങ്ങനെയാണ് സോമൻ സഹദേവൻ. കാര്യം ഇവർ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. വാർത്തകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് നിഷ്കളങ്കമായി കണ്ടിരുന്നതാണ്. അതിനകത്ത് വർക്ക് ചെയ്തിരുന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എഡിറ്റർ ഉൾപ്പെടെയുള്ള ചിലരുടെ താല്പര്യമുണ്ട് ഇതിനെ ആർക്കെതിരെ ആക്കണമെന്നുള്ള കാര്യം. വാർത്തയുടെ നിജസ്ഥിതിയല്ല, അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ദിവസം ഇതിനെ വിവാദമാക്കിയിട്ട് അതിനെ സെൻസേഷനലൈസ് ചെയ്ത് അതിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു കാര്യം ഉണ്ടായിരിക്കില്ല, മനഃപൂർവ്വം വ്യക്തികളെ വിവാദത്തിൽപ്പെടുത്തുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ടയാണ് മാധ്യമങ്ങൾ നടപ്പിലാക്കുന്നത്. പക്ഷേ ഇവർക്ക് അതിൽ ആളും തരവുണ്ട്. അവർക്ക് വാർത്താ റേറ്റിംഗ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ വാർത്ത കത്തിക്കാനും ഇവരുമായിട്ട് രാത്രി കാലങ്ങളിലൊക്കെ ചില
സ്മോളും അല്ലെങ്കിൽ ഈ കോഴിക്കാലൊക്കെ പങ്കിടാൻ ചില നേതാക്കന്മാർ തയ്യാറാണ്, വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ്. അവരുടെ വീടുകളിൽ ഇവർ നിത്യ സന്ദർശകരാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ ഇവർ പൊതിഞ്ഞു പിടിക്കാറുണ്ട്. ഇതിനൊന്നും കൂട്ടുനിൽക്കാതെ അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നവരാണെങ്കിൽ അവരെ കുറിച്ച് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കലാണ് ഇവിടത്തെ മാധ്യമങ്ങളുടെ പ്രധാന പണി. ആരെക്കുറിച്ചാണോ കൂടുതൽ വാർത്തകൾ വരുന്നത് അവർ ഏറ്റവും മികച്ചതായി അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളണം. ആരാണ് ഏറ്റവും കൂടുതൽ ഈ വിമർശിക്കാൻ വേണ്ടി ഈ മൈക്കിന്റെ കോല് കിട്ടുന്നവർ, അവരാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ചാനൽ മുറികളിലെ എഡിറ്റർമാരുടെ എല്ലാം വൈകുന്നേരങ്ങളിലെ അന്തിച്ചർച്ചകൾ, ഇവരുടെ സ്വകാര്യമായ അന്തിച്ചർച്ചകളിൽ ഐസ് ക്യൂബ് ഇടാനും വെള്ളം ഒഴിക്കാനൊക്കെ ഒപ്പം ഇരിക്കുന്നവരെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. കാര്യം അങ്ങനെയുള്ളവരെ ഒപ്പം നിർത്തിക്കൊണ്ടാണ് വാർത്തകൾ ബിൽഡ് ചെയ്യുന്നത്. നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ വരണം എന്നുള്ള ചിന്താഗതിയുണ്ട്. അതിൽ സതീശൻ ഇവർ പലരുമായിട്ടൊക്കെ പല ഗൂഢാലോചനകളും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത് PV അൻവറാണ്. അതുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെയുള്ള കൂട്ടുകച്ചവടങ്ങൾ നടക്കുന്നിടത്താണ് ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ സതീശനെ അതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നതെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടും. ഇതോടൊപ്പം തന്നെ സുഗതൻ കാവും കൊള്ളാം വരട്ടെ പുറത്ത്, ഇങ്ങനെ 2 കമന്റുകളാണ് ഇതിനോടൊപ്പം വന്നിട്ടുള്ളത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യമാണ് പറയാനുള്ളത്. എന്തായാലും അധികം ചർച്ചയായില്ലെങ്കിലും പൊതുജനം, നമ്മളിപ്പോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് ഇവിടെ ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരെല്ലാം കേൾക്കട്ടെ. ഇമാതിരി തോന്നിവാസമാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നതെന്നും സ്ത്രീകൾക്ക്, അതായത് സിനിമാ മേഖലകളിലെ ഇരകൾക്ക് വേണ്ടി നീതി ഉറപ്പിക്കാൻ പോകുന്നവർ സ്വന്തം പാർട്ടിയിലെ സ്ത്രീകളെ നേതാക്കന്മാരെ പ്രീണിപ്പിച്ചാലേ ഏതെങ്കിലും ഒരു പദവി കിട്ടുന്ന അവസ്ഥയിൽ വരുള്ളൂ.